Hi everyone, welcome to Aarthi's Kitchen and Vlogs. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മണി സേവിംഗ് ടിപ്പാണ്. നമ്മുടെ ഭവനം ഉണ്ടാക്കാനായിട്ട് 5 വർഷത്തിൽ നമ്മളെ കൊണ്ട് എങ്ങനെയാണ് 40 ലക്ഷം രൂപ ഈസി ആയിട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് വെച്ച് സേവ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലോട്ടൊന്ന് പോകാം. ഹൗ ടു സേവ് മണി ടു ബിൽഡ് അവർ ഹൗസ്. അതായത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് മണി സേവ് ചെയ്യുന്നത്. അതിനാദ്യമായിട്ട് വേണ്ടത് നമുക്ക് ഒരിക്കലും കടൻ വാങ്ങാൻ പാടില്ല. വീട് ഉണ്ടാക്കാൻ നമ്മൾ പണം സേവ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾക്ക് കടം വാങ്ങി പണം സേവ് ചെയ്യരുത്. ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ നോ ഡെപ്റ്റ്സ് ആണ്. അതായത് കടൻ വാങ്ങാൻ പാടില്ല. സെക്കൻഡ് എന്നാൽ ടൈം പീരീഡ് വേണം. ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 5 വർഷത്തിൻ്റെ അകത്ത് നമുക്ക് ഈ കാശിനെ എത്രയും നമുക്ക് 5 വർഷം കൊണ്ട് നമ്മുടെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ തീരുമാനിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ടൈം പീരീഡ് സെറ്റ് ചെയ്യണം. 5 വർഷത്തിൻ്റെ അകത്ത് നമുക്ക് പണം സേവ് ചെയ്യണം, നമുക്ക് വീട് ഉണ്ടാക്കണം. ആ 5 വർഷത്തിൻ്റെ അകത്ത് നമുക്ക് എത്ര രൂപ സേവ് ചെയ്യാം. എന്നിട്ട് അടുത്തതായിട്ട് വരുന്നത് എന്തെന്ന് വെച്ചാൽ ബഡ്ജറ്റ് പ്ലാനിങ് ആണ്. ബഡ്ജറ്റ് പ്ലാനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, 20 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷം. അപ്പോൾ ഈ മൂന്നിലും ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് ഇന്നത്തെ വീഡിയോ പറയുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ എമൗണ്ട് നമ്മളെ ബഡ്ജറ്റ് നമ്മളെ കൊണ്ട് എത്ര സാധിക്കുമോ അതനുസരിച്ചായിരിക്കും നമ്മൾ ബഡ്ജറ്റ് ഇടുക. ഞാനിവിടെ പറയുന്നത് 40 ലക്ഷത്തിൻ്റെ ബഡ്ജറ്റാണ്. 5 വർഷത്തേക്കാണ് ഞാൻ പറയുന്നത്. അപ്പം മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര എന്നാൽ 50,000 രൂപ. 50,000 രൂപ വെച്ച് നിങ്ങൾ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാവും. ഈ 50,000 രൂപയെ കൊണ്ട് മാസാമാസം ഒരിടത്ത് കൊണ്ട് അങ്ങനെ കൊണ്ട് ഇടാതെ നിങ്ങൾ ഡിഫറൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ട് സേവ് ചെയ്യാൻ കഴിയണം. ഡിഫറൻ്റ് ആയിട്ട് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഓരോന്നും നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് സേവ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റിനെ വെച്ച് എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ഗോൾഡ് ചിട്ടാണ്. 15,000 രൂപ എടുത്ത് 2 ചിട്ടായിട്ട്, അതായത് 10,000 രൂപയ്ക്ക് ഒരു ബുക്കും 5,000-ന് വേറൊരു ബുക്കും, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യത്തെ ഗോൾഡിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഗോൾഡ് ചിട്ട് 10,000 ഒന്നും 5,000 ഒന്നും, അങ്ങനെ 2 ബുക്കിൽ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് മന്ത്ലി എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് 3 ഗ്രാമിൻ്റെ ഗോൾഡ് വാങ്ങാൻ കഴിയും. മന്ത്ലി 3 ഗ്രാം ഗോൾഡ് ആകുമ്പോൾ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് 36 ഗ്രാംസ് വാങ്ങാൻ കഴിയും. ഏകദേശം എത്ര വരുന്ന വെച്ചാൽ 3.5 പവൻ്റെ സ്വർണം വാങ്ങാൻ കഴിയും. അതേ ഇത് 5 വർഷം ആകുമ്പോൾ 180 ഗ്രാം ആവും ആ സ്വർണം. നമുക്ക് 5 വർഷം ആകുമ്പോൾ 180 ഗ്രാമിൻ്റെ സ്വർണം വാങ്ങാൻ കഴിയും. ഇതിനെ നമുക്ക് പവൻ എന്നതിൽ കണക്കിടുമ്പോൾ 5 വർഷത്തിൻ്റെ അകത്ത് നമുക്ക് 22.5 പവൻ വാങ്ങാൻ കഴിയും. നിയർലി റൗണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ 22 പവൻ 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. എത്ര രൂപ വെച്ച് സേവ് ചെയ്തെന്ന് വെച്ചാൽ സ്പ്ലിറ്റായിട്ട് 10,000, 5,000, അങ്ങനെ ടോട്ടൽ മന്ത്ലി 15,000 രൂപ വെച്ച് നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 22 പവൻ്റെ സ്വർണവും വാങ്ങാം. അതിന് നമുക്ക് എത്ര രൂപ വരുന്നത്, 9.5 ലക്ഷം രൂപ സേവ് ആവുന്നുണ്ട്. 9.5 ലക്ഷം രൂപ നമ്മൾ ഈ 22 പവൻ വാങ്ങി നമ്മൾ 9.5 ലക്ഷം രൂപ സേവ് ചെയ്യാൻ. കാരണം ഗോൾഡ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ പണയം വെച്ച് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഹൗസ് കൺസ്ട്രക്ഷന് എടുക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 9.5 ലക്ഷം രൂപ നമ്മൾ 5 വർഷം കൊണ്ട് ഗോൾഡ് ചിട്ടിലിട്ട് സേവ് ചെയ്ത് ഫസ്റ്റ് മെത്തേഡ് ആയി കഴിഞ്ഞു. അതായത് 9.5 ലക്ഷം രൂപ സേവ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് മെത്തേഡ് എന്തെന്ന് വെച്ചാൽ നെക്സ്റ്റ് 15,000 രൂപയെ നമ്മൾ എന്ത് ചെയ്യണം, പോസ്റ്റ് ഓഫീസ് ആർ ഡി ആണെങ്കിൽ എല്ലാവർക്കും അറിയാം, പോസ്റ്റ് ഓഫീസ് ആർ ഡി ആണെങ്കിൽ അത് 5 വർഷമാണ്. അപ്പോൾ ഒരു മന്ത് നിങ്ങൾ 15,000 രൂപ വെച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷത്തിലാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് 60 മാസമാണ്. 5 വർഷത്തിൽ 15,000 ഇൻറ്റു 60 മാസം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 9 ലക്ഷം രൂപയാണ്. നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് 9 ലക്ഷം രൂപയാണ്. 5 വർഷം 15,000 രൂപ വെച്ച് പോസ്റ്റ് ഓഫീസിൽ ആർ ഡി അടയ്ക്കുമ്പോൾ നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് 9 ലക്ഷം രൂപയാണ്. ഇതിന് കൂടെ ഇൻട്രസ്റ്റ് കിട്ടുന്നതാണ്. ഞാനിത് 1 ലാക്കാണ് ഇൻട്രസ്റ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ടോട്ടലായിട്ട് പോസ്റ്റ് ഓഫീസിൽ ആർ ഡിയിൽ കിട്ടുന്ന എമൗണ്ട് ഇൻട്രസ്റ്റോടെ ചേർത്ത് 10 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ ഗോൾഡ് ചിട്ടിൽ നമുക്ക് 9.5 ലക്ഷം രൂപ കിട്ടി. ഇപ്പോൾ സെക്കൻഡ് മെത്തേഡായ ഏതാണ്, സെക്കൻഡ് മെത്തേഡ് പോസ്റ്റ് ഓഫീസ് ആർ ഡിയിൽ നമുക്ക് കിട്ടുന്നത് 10 ലക്ഷം രൂപയായി. തേർഡ് മെത്തേഡ് എന്തെന്ന് വെച്ചാൽ 20,000 രൂപ ചിട്ടി. ആ 20,000 രൂപയെ നമുക്ക് എങ്ങനെയൊക്കെ സേവ് ചെയ്യാം. നമ്മുടെ ബഡ്ജറ്റ് എമൗണ്ട് മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് 50,000 ആണ്. നമുക്ക് 30,000-ൻ്റെ കണക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇനി 20,000-നെ വെച്ച് നമുക്ക് എങ്ങനെയൊക്കെയാണ് സേവ് ചെയ്യാമെന്നത് നമുക്ക് നോക്കാം. ഈ 20,000 വെച്ച് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചിട്ടി ആദ്യം തുടങ്ങേണ്ടതാണ്. ഇതിലിപ്പോൾ 20,000 ചിട്ടിയിൽ
2 ലക്ഷത്തിൻ്റെ ചിട്ടി 1ഉം 1 ലാഖിൻ്റെ ചിട്ടി 2ഉമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ചിട്ടി എന്ന് പറയുമ്പോൾ അറിയാം 20 മാസത്തിൻ്റെ ചിട്ടിയാണ്. ഒരു ചിട്ടി 20 മാസമാണെങ്കിൽ 5 വർഷത്തെ ആകുമ്പോൾ അതിൽ 60 മാസം, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 5 വർഷം എന്ന് പറയുമ്പോൾ 60 മാസമാണ്. അപ്പോൾ ഇതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ചിട്ടി എമൗണ്ടിനെ നിങ്ങൾ 3 പ്രാവശ്യമായിട്ടിടാം. ഈ 5 വർഷത്തിൻ്റെ അകത്ത് ഈ ചിട്ടിയെ 3 പ്രാവശ്യമായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, ചിട്ടിയിലിട്ട് സേവ് ചെയ്യാൻ കഴിയും. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്തെന്ന് വെച്ചാൽ 2 ലക്ഷത്തിൽ നമുക്ക് ചിട്ടി എമൗണ്ടിൽ നമുക്ക് വരുന്ന എമൗണ്ട് 2 ലക്ഷത്തിൻ്റെ ചിട്ടിയിൽ നമുക്ക് വരുന്ന എമൗണ്ട് 2 ലക്ഷം രൂപയാണ്. 1 ലക്ഷം ചിട്ടിയിൽ 1 ലക്ഷം രൂപയുടെ ചിട്ടിയിൽ നമുക്ക് വരുന്ന എമൗണ്ട് 2 ലക്ഷമാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 1 ലക്ഷം ചിട്ടിയിൽ രണ്ടാണ് നമ്മൾ ചിട്ടി തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 1 ലക്ഷം രൂപയിൽ നമുക്ക് 2 ലക്ഷം കിട്ടുന്നതാണ്. 1 ലക്ഷം രൂപ ചിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 2 ലക്ഷം രൂപ കിട്ടുന്നതാണ്. 1 ലക്ഷത്തിൽ 2 ചിട്ടിയാണ് ചേർന്നിട്ടുള്ളത്. ഇത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബാങ്ക് RDയിൽ നമുക്ക് ചേരാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 2 ലക്ഷത്തിൽ 2 ലക്ഷം കിട്ടുന്നതാണെങ്കിലും 1 ലക്ഷത്തിൽ 2 ലക്ഷം രൂപ കിട്ടുന്നതാണെങ്കിൽ നമുക്ക് എല്ലാ മാസം ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണ് 1 ലക്ഷം രൂപ ചിട്ടിയാണെങ്കിൽ ആദ്യത്തെ മാസം 5000 രൂപയാണ് അടയ്ക്കേണ്ടത്. അതിൻ്റെ അടുത്ത മാസം നമ്മൾ 5000 രൂപ അല്ല അടയ്ക്കുന്നത്, 4500 4300 ആ റേഞ്ചിലാണ് നമ്മൾ അടയ്ക്കുന്നത്. ആ ബാലൻസ് വരുന്നില്ലേ എമൗണ്ട്, ഓരോ മാസത്തിലും ബാലൻസ് വരുന്ന എമൗണ്ടിനെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ബാലൻസ് വരുന്ന എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ മന്ത്ലി 3000 രൂപ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ 20 മാസം നിങ്ങൾ എന്ത് ചെയ്യണം, ബാങ്ക് RDയിൽ നിങ്ങൾ ഇടണം. ബാങ്ക് RDയിൽ ഇട്ട് കഴിഞ്ഞാൽ 20 × 3000 അപ്പോൾ 60000 രൂപ കിട്ടും. ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റും കൂടെ കിട്ടുന്നതാണ് ബാങ്ക് RDയിൽ. അങ്ങനെയാണെങ്കിൽ 65000 രൂപ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് മാസം തോറും നമ്മൾ 5000 അടയ്ക്കുന്നില്ല, നമ്മൾ കുറഞ്ഞാണ് അമൗണ്ട്. ആ അമൗണ്ടിനെ നിങ്ങൾ വേസ്റ്റ് ചെയ്യാതെ ആ അമൗണ്ടിനെ എന്ത് ചെയ്യാം, അതിനങ്ങനെ വച്ചിരിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം, ബാങ്ക് RDയിൽ സേവ് ചെയ്യണം. ബാങ്ക് RDയിൽ നിങ്ങൾ സേവ് ചെയ്താൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഇതേപോലെ ഇൻട്രസ്റ്റും കിട്ടും. 60000 രൂപയും 60,000 പ്ലസ് ഇൻട്രസ്റ്റ് 65000 രൂപ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്ക് നമ്മളെ കയ്യിൽ നിന്ന് ചിലവാകാതെ ഇങ്ങനെ നമ്മൾ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതുപോലെ സേവ് ചെയ്യാൻ 65000 രൂപ സേവ് ചെയ്ത് കഴിഞ്ഞു. 20 മാസത്തിൻ്റെ അവസാനം ആവുമ്പോൾ നമുക്ക് വരുന്നത് 4,60,5000 രൂപയാണ്. ഇതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ 3 വർഷത്തെ FDക്ക് നമുക്ക് ചേരാം. 3 വർഷത്തിൻ്റെ FD എന്ന് പറയുമ്പോൾ 5 വർഷമാണ് നമ്മുടെ ബഡ്ജറ്റ്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. നമുക്ക് 20 മാസം അവസാനം കിട്ടുന്ന എമൗണ്ട് 4,60,5000 രൂപയെ അങ്ങനെ കയ്യിൽ വെക്കാതെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ FDയിൽ ചേരാവുന്നതാണ്. 3 വർഷത്തിൻ്റെ FDയിൽ ചേർന്ന് കഴിഞ്ഞാൽ അതായത് നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് 4,60,5000 രൂപയാണ്. ഇൻട്രസ്റ്റ് 85,000 രൂപ കിട്ടുന്നതാണ്. ടോട്ടൽ എമൗണ്ട് 5,50,000 രൂപ ആണ് ടോട്ടൽ എമൗണ്ട് നമുക്ക് സേവ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റോടെ ചേർത്ത് കിട്ടുന്നത്. നെക്സ്റ്റ് 20 മാസം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതേപോലെ 2 ലക്ഷത്തിൻ്റെ ചിട്ടി അറിയാം, നമുക്ക് കിട്ടുന്നത് 2 ലക്ഷം എമൗണ്ട് ആണ്. 1 ലാഖിൻ്റെതാണെങ്കിൽ 2 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. കാരണം 1 ലാഖിൽ നമുക്ക് 2 ചിട്ടിയുണ്ട്. പിന്നെ ഇത് അതുപോലെ ആദ്യം പറഞ്ഞ പോലെ തന്നെ RDയിൽ 3000 രൂപ, അങ്ങനെയാണെങ്കിൽ അത് 60,000 കിട്ടും. പ്ലസ് ഇൻട്രസ്റ്റ് കൂടെ ചേർത്ത് 65,000 രൂപ കിട്ടുന്നുണ്ട്. 20 മാസം എൻഡിങ് ആകുമ്പോൾ നമുക്ക് 4,60,5000 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ 20 നമുക്ക് ആയിക്കഴിഞ്ഞു. 20 മാസം എൻഡിങ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4,60,5000 രൂപയാണ്. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 1.5 വർഷം, കാരണം നമ്മളെ ടൈം പീരീഡ് 5 വർഷമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 18 മാസത്തിൻ്റെ FDയിൽ ഇടാവുന്നതാണ്. ആദ്യം നമ്മൾ 3 വർഷത്തിൻ്റെ FDയിൽ ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇടുന്നത് 1.5 വർഷത്തിൻ്റെ FD, അതായത് 18 വർഷത്തിൻ്റെ FDയിൽ ഈ 4,60,5000 രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് 40,000 രൂപ കിട്ടും. ടോട്ടലായിട്ട് കിട്ടുന്ന എമൗണ്ട് 5,50,000 രൂപയാണ് സെക്കൻഡ് മെത്തേഡ് ചിട്ടി ഫോളോ ചെയ്യുമ്പോൾ കിട്ടുന്നത്. തേർഡ് മെത്തേഡിൽ 2 ലക്ഷം ചിട്ടിയാണെങ്കിൽ നമുക്കറിയാം 2 ലക്ഷം രൂപയാണ്. 1 ലക്ഷത്തിലാണെങ്കിൽ 2 ലക്ഷമാണ് കിട്ടുന്നത്. 2 ചിട്ടി 1 ലക്ഷത്തിൻ്റെ ചിട്ടി ഉള്ളതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് RDയിൽ നമ്മൾ ഇതേപോലെ വരുന്ന എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എമൗണ്ട് ടോട്ടലായിട്ട് 4,60,000 രൂപയാണ്. മന്ത്ലി ബഡ്ജറ്റ് 55,000 ആണ്. 50,000 രൂപയുടെ സേവിങ്സ് പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാലൻസ് വരുന്ന 5,000 രൂപയെ പോസ്റ്റ് ഓഫീസിൽ ടേം ഡെപ്പോസിറ്റിൽ നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു മാസം 5,000 രൂപ വെച്ച് നമ്മൾ നിക്ഷേപിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തിൽ, അതായത് 12 മാസത്തിൽ നമുക്ക് വരുന്ന എമൗണ്ട് 60,000 രൂപയാണ്. ഒരു വർഷം 60,000 രൂപയാണെങ്കിൽ അതിൻ്റെ പ്ലസ് ഇൻട്രസ്റ്റും കൂടെ കിട്ടുന്നതാണ്. 5 വർഷം ആകുമ്പോൾ 60,000 × 5 3 ലക്ഷം രൂപയും അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കിട്ടുന്നതാണ്. നിയർലി
നമുക്ക് എത്ര കിട്ടുമെന്ന് വെച്ചാൽ 4.5 ലക്ഷം രൂപ ഈസി ആയിട്ട് നമുക്ക് 5 വർഷം കൊണ്ട് ടേം ഡിപ്പോസിറ്റ് എന്ന 1 വർഷം നമുക്ക് കിട്ടുന്ന എമൗണ്ടിന് നമുക്ക് തിരിച്ച് 2 വർഷത്തേക്ക് മാറ്റാം, അല്ലെങ്കിൽ 3 വർഷത്തേക്ക് മാറ്റാം. അങ്ങനെയുള്ള ആ സ്കീമാണ് ഈ ടേം ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന ആ സ്കീം. അങ്ങനെ നമുക്ക് ഇട്ടിട്ട് കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് നമുക്ക് 4.5 ലക്ഷം രൂപ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ വീടിനായിട്ട് നമ്മൾ സേവ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട് ഏതിലൊക്കെ സേവ് ചെയ്ത് എത്രയൊക്കെ എമൗണ്ട് ആണെന്നുള്ളത് നോക്കാം. അപ്പോൾ 40 ലക്ഷം രൂപ ബഡ്ജറ്റിൽ മന്ത്ലി സേവിങ്സ് 55,000 രൂപയാണെങ്കിൽ അത് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് സേവ് ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ ഫസ്റ്റ് ഗോൾഡിൽ കിട്ടുന്ന എമൗണ്ട് 9,50,000 ആണ്, 9,50,000 രൂപയാണ്. അടുത്തത് വരുന്നത് പോസ്റ്റ് ഓഫീസ് RD ആണ്, അതിൽ 10 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. അടുത്ത് വരുന്നത് ചിട്ടിയിൽ നമ്മൾ 3 പ്രാവശ്യമായിട്ട് 3 ടൈംസ് ആയിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് സേവ് ചെയ്യുമ്പോൾ വരുന്ന എമൗണ്ട് 5,50,000 രൂപയാണ്. സെക്കൻഡ് മെത്തേഡിൽ വരുന്നത് നമുക്ക് സേവ് ചെയ്തിട്ടുള്ള എമൗണ്ട് 5,05,000 രൂപയാണ്. തേർഡ് മെത്തേഡ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള എമൗണ്ട് 4,60,000 രൂപയാണ്. അപ്പോൾ അവസാനമായിട്ട് വരുന്ന ഇപ്പം അത് മുഴുവനും 50,000-ൻ്റെ സേവിങ്സ് ആയി കഴിഞ്ഞു. ബാലൻസ് വരുന്ന 5,000 നമ്മൾ പോസ്റ്റ് ഓഫീസ് ടേം ഡിപ്പോസിറ്റിൽ 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 4,50,000 രൂപയാണ്. ടോട്ടലായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ടോട്ടലായിട്ട് നമ്മൾ ആഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ നമ്മൾ സേവ് 5 വർഷം കൊണ്ട് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള എമൗണ്ട് 55,000-നെയും സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള എമൗണ്ട് 39,15,000 രൂപയാണ്. അപ്പം ഏകദേശം നമ്മൾ 40 ലക്ഷം രൂപ ഈസി ആയിട്ട് നമ്മുടെ ഹോം കൺസ്ട്രക്ട് ചെയ്യാനെ കൊണ്ട് നമ്മൾ ഈസി ആയിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞു. ഈ മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ സേവ് ചെയ്യാൻ കഴിയും. അപ്പോൾ 40 ലക്ഷം രൂപ 5 വർഷം കൊണ്ട് ഏതൊക്കെ മെത്തേഡ് വഴി ഈസി ആയിട്ട് മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് 55,000 രൂപ വെച്ച് എങ്ങനെയാണ് സേവ് ചെയ്ത് കഴിയുക എന്ന വീഡിയോ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്കും സേവ് ചെയ്യാൻ കഴിയും. 5 വർഷം കൊണ്ട് നിങ്ങളുടെ ഭവനം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതാണ്. ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യണം. കടൻ പാടില്ല, ടൈം പീരീഡ് വേണം, അതുപോലെ തന്നെ ബഡ്ജറ്റ് പ്ലാനിങ്. ഈ 3 മനസ്സിൽ വെച്ച് കഴിഞ്ഞ് ഈ മെത്തേഡ് ഫോളോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങളുടെ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ സ്വന്തം ഭവനം, നിങ്ങളുടെ ഡ്രീം ഹൗസ് അച്ചീവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ആർത്തീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സിനെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പീസ്, മണി സേവിങ് ടിപ്സ് എന്നിവ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് കാണണം. താങ്ക്സ് ഫോർ വാച്ചിങ്.